ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം മൊത്തം ആകാംക്ഷയോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ്. അർജുൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ലോറിയും അർജുനെയും കണ്ടെത്താനുള്ള ഒരു തിരച്ചിലിൽ ഇന്ന് 9ാം ദിവസമാണ്. അപ്പോൾ ഇന്ന് വളരെ നിർണായകമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിരിക്കുകയാണ്. അതായത് വേറൊന്നുമല്ല, അർജുൻ്റെ ലോറി കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത ഇപ്പം നമ്മൾ ന്യൂസ് ചാനലുകളിൽ കണ്ടു. അപ്പോൾ എന്തായാലും ആ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ഒരു ചായക്കടയുടെ പിന്നിലായിട്ട് തന്നെയാണ് ഈ ഒരു അതായത് ആ ഒരു പുഴയിൽ തന്നെയാണ്, ആ ഒരു കടയുടെ സൈഡിലായിട്ടുള്ള ആ ഒരു പുഴയിൽ തന്നെയാണ് ഈ ഒരു ലോറി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കൂടുതൽ അവർ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വരും മണിക്കൂറുകളിൽ എന്തെങ്കിലും ഒരു വാർത്ത, ഒരു ശുഭവാർത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയായിരിക്കാം. എന്തായാലും ഒരു വാർത്ത നമുക്ക് അറിയാം. കാരണം അവിടെ ഇപ്പോൾ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഈ തെരച്ചിൽ നടത്താൻ ആർമിക്കാരെല്ലാവരും അവിടെ സന്നദ്ധരായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂടുതൽ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും 9ാം ദിവസമായ ഇന്ന് തന്നെ ലോറി ചെറുതായിട്ട് കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് സത്യമായിരിക്കട്ടെ. ആ ഒരു ലോറിയിൽ ഒരുപക്ഷെ അർജുൻ ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. കാരണം ലോറിയിൽ അർജുൻ ആ ഒരു ഉണ്ടാകുമെന്നൊക്കെയുള്ള പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. കാരണം ഇത്രയും ദിവസമായി, 9ാം ദിവസമാണ്. അർജുൻ്റെ ജീവൻ ആപത്തുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് വളരെ വ്യക്തമല്ല. കാരണം കുടുംബവും അതുപോലെ ബാക്കി അവരുടെ ബന്ധുക്കാരാണെങ്കിലും നാട്ടുകാരൊക്കെ ആണെങ്കിലും അവരുടെ ഒരു പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. കാരണം ഇനി അർജുനെ ജീവനോടെ കിട്ടുമോ എന്നുള്ളൊരു കാര്യത്തിൽ കുടുംബത്തിനടക്കം വലിയൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ. അപ്പം നമുക്കറിയില്ല. എന്തായാലും അർജുൻ്റെ ആ ഒരു ലോറി കണ്ടെത്തി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു മനസ്സിലൊരു ഒരു ഒരു എവിടെയോ ഒരു പ്രതീക്ഷ വരികയാണ്. കാരണം അർജുൻ അതിലുണ്ടാവുമോ, ആ ക്യാബിനിൽ ഉണ്ടാകുമോ എന്നൊരു പ്രതീക്ഷയാണ്. എന്തായാലും ഒരു ശുഭവാർത്ത കേൾക്കാൻ നമുക്ക് സാധിക്കട്ടെ. എന്ത് വാർത്തയാണെങ്കിലും അത് സഹിക്കാനും അത് താങ്ങാനുള്ള കരുത്ത് ആ ഒരു കുടുംബത്തിനുണ്ടാവട്ടെ എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അപകടം നടന്ന് ഇന്ന് 9ാം ദിവസമാണ്. ഇത്രയും ദിവസമായിട്ടും അർജുനെ കണ്ടെത്താനോ അർജുൻ്റെ ലോറി കണ്ടെത്താനോ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നവർക്കോ അവിടെയുള്ള അധികൃതർക്കോ കഴിഞ്ഞിരുന്നില്ല. ഇത് തുടക്ക ദിവസങ്ങൾ ഈ ഒരു ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി. അപ്പോൾ അന്ന് മുതലേ ഈ ഒരു നല്ല രീതിയിലുള്ളൊരു തെരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടായേനെ. പക്ഷേ അവിടെയുള്ള ആ ഒരു കർണാടക സർക്കാരിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള അധികൃതരുടെ ഒരു തെരച്ചിൽ കാണിച്ച അവരുടെ ഒരു പാകപ്പിഴ കൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തമായിട്ട് ഇത് മാറിയത്. അപ്പോൾ ഇന്നലെയും ഈ അർജുൻ്റെ ലോറിയും അർജുനെയും തിരയുന്ന ആ ഒരു സമയത്ത് അവിടുന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ കിട്ടിയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി. കാരണം ഇത്രയും ദിവസമായി അർജുൻ്റെ അവസ്ഥ എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ എന്തായാലും കുടുംബം ഇനിയിപ്പോൾ എന്താണെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വാർത്തയാണ് അർജുനെ കുറിച്ച് വരുന്നതെങ്കിലും അത് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള ഒരു ക്ഷമയും ഒരു സഹനശക്തിയെല്ലാം ഈശ്വരൻ അവർക്ക് കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ അർജുൻ്റെ ലോറി ഇപ്പോൾ അവർ ലൊക്കേറ്റ് ചെയ്തു. പുഴയുടെ നല്ല രീതിയിലുള്ള അടിത്തട്ടിലായിട്ടാണ് ലോറി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഉടൻ തന്നെ അർജുനെയും കണ്ടെത്താനാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ശുഭപ്രതീക്ഷയോടെ കാത്തിരിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ന്യൂസ് ചാനലിലാണ് നമ്മളിപ്പോൾ ഇങ്ങനൊരു വാർത്ത കണ്ടത്. അപ്പോൾ എന്തായാലും ന്യൂസ് ചാനലിൽ വരുമ്പോൾ അതൊരിക്കലും അത് തെറ്റായിരിക്കില്ല. അപ്പോൾ എന്നാലും വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. നമ്മളൊക്കെ ഫുൾ ടൈം ഈ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു വാർത്തയുണ്ടോ, അതായത് അർജുനുമായി സംബന്ധിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അർജുൻ്റെ ലോറിയോ കണ്ടെത്തിയോ എന്നുള്ളൊരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ 24 hours ഈ ന്യൂസ് ചാനലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാർത്ത കിട്ടിയത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താനായിട്ട് അവിടെയുള്ള ആ ഒരു സുരക്ഷാ സംഘത്തിന് കഴിയട്ടെ. അതോടൊപ്പം തന്നെ ഒരു ശുഭവാർത്ത കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ. നമുക്ക് എന്തായാലും കാത്തിരിക്കാം.